കടുകും കറിവേപ്പിലയും ഇട്ട് പൊട്ടി വരുമ്പോൾ കുറച്ച് അരി ഇട്ട് കൊടുക്കാം. അതിലേക്ക് തേങ്ങാക്കൊത്തിന്റെ കഷ്ണങ്ങളിട്ട് ഇളക്കി കൊടുക്കാം. അതിലേക്ക് ഉള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. അതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന അച്ചിങ്ങ ഇട്ട് കൊടുക്കാം. അച്ചിങ്ങ മെഴുക്ക് വരട്ടിയാണ് വെക്കുന്നത്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ നല്ലവണ്ണം ഇതിട്ട് പിടിക്കണം. ഇതിലെ വെള്ളം തന്നെ ഊറി വന്ന് വെന്താൽ മതി കേട്ടോ. വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിനി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒന്ന് വെന്ത് വരട്ടെ. ഇത് ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് ചൂടായി വന്നിട്ട് ഒന്നിളക്കിയിട്ടിട്ട് നമുക്ക് ഇറക്കാം. അധികം അങ്ങ് വെന്ത് പോകണ്ട കേട്ടോ. ഞാനിവിടെ ഭയങ്കരമായിട്ട് വേവിക്കാറില്ല. ഒരുപാടങ്ങ് വേവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് വെച്ച് വേവിച്ചു കഴിഞ്ഞാൽ അങ്ങ് അവിഞ്ഞു പോകുന്നത്. അതായത് ഇങ്ങനെ കിടക്കണം. പകുതി വേവ് മതി പച്ചക്കറിക്കെന്നല്ലേ പറയുക. അപ്പൊ നമുക്ക് പാകം വേവാണിത്. നമ്മുടെ അച്ചിങ്ങ മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട്. ഇത് വെച്ചുകൊണ്ട് കുറച്ച് താമസം എടുത്തു കേട്ടോ. ചീൻചട്ടിയിലാണെങ്കിൽ ഇപ്പൊ പണ്ടേ പണി കഴിഞ്ഞ് പോകാൻ നേരമായി. എന്തായാലും വലിയ ടേസ്റ്റാണ്. പിന്നെ നമ്മൾ എളുപ്പപ്പണിക്കാണ് ഈ ചീൻചട്ടിയിൽ വെക്കുന്നത്. കാരണം പണി പെട്ടെന്ന് കഴിയും. പെട്ടെന്ന് തന്നെ കടുകൊക്കെ പൊട്ടി കിട്ടും. ചട്ടിയിലൊക്കെ ഇട്ട് വെക്കുമ്പോൾ കടുകൊക്കെ പൊട്ടി കിട്ടാൻ കുറച്ച് താമസം എടുക്കും. അപ്പം നമ്മുടെ സമയം അത്രയും കൂടെ പോകും. അപ്പം ധൃതിയുള്ളവർ ചീൻചട്ടിയിൽ വെക്കുക. ധൃതി ഇല്ലാത്തവർ പതിയെ വെച്ചാൽ മതി എന്നുള്ളവരൊക്കെ നമ്മുടെ മൺചട്ടിയിൽ വെച്ച് നോക്കുക. മോരുകറി, മുട്ട വറുത്തത്, ഇതാ അച്ചിങ്ങ മെഴുക്ക് വരട്ടി.